ഗൾഫിലാണ് ഭർത്താവുള്ളത്. ഒരു ചെറിയ മകള് വീട്ടിലുണ്ട്. ആ മകളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ട്യൂഷൻ മാസ്റ്റർ വരുന്നുണ്ട് വീട്ടിൽ. മകളെ വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന മാഷ്, ഹിസ്റ്ററിയും കെമിസ്ട്രിയും പൊളിറ്റിക്സും ഒക്കെ പഠിപ്പിച്ച മാഷ് അവസാനം പഠിപ്പിച്ച് വീട്ടിൽ ഉമ്മായെ പഠിപ്പിക്കാൻ തുടങ്ങി. ബയോളജി അനാട്ടമിയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. സംഭവം ഇത് ചെറിയ മോളാണെങ്കിൽ ചെറിയ മോക്ക് ചിന്തയുള്ള മോളാണ്. അവൾക്ക് മനസ്സിലായി. അവള് വിളിച്ച് വാപ്പാക്ക് പറഞ്ഞെടുത്ത്, പൊന്നാര വാപ്പാ, നമ്മളെ ട്യൂഷൻ മാഷ് വന്നിട്ട് പഠിപ്പിച്ച് എന്നെ ഹിസ്റ്ററിയും കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിപ്പിച്ചു, ഉമ്മായും ബയോളജി അനാട്ടമിയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ആ സഹോദരൻ പിറ്റേ ദിവസം തന്നെ ആ സഹോദരൻ വന്നു, ഗൾഫിൽ നിന്ന് വന്നു. സ്വന്തം മോളല്ലേ വിളിച്ചു പറയുന്നത്, ഗൾഫിൽ കിടന്ന് ആർക്കു വേണ്ടിയാ ഞാൻ അധ്വാനിക്കുന്നത്? ഈ മോക്ക് വേണ്ടി, ആ പെണ്ണിന് വേണ്ടി, തന്റെ ഭാര്യയ്ക്ക് വേണ്ടി, തന്റെ മകൾക്ക് വേണ്ടി വല്ലേ ചോര നീരാക്കി അവിടെ പോയി അതിതീക്ഷ്ണമായ ചൂട് സഹിച്ച് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. ഈ സഹോദരൻ ഈ വർത്തമാനം കേട്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എമർജൻസി ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന ആ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. പക്ഷേ ഉമ്മാക്ക് മാഷിന്റെ ബയോളജി ക്ലാസ് അങ്ങ് വല്ലാതെ രസിച്ചുപോയി. മാഷിന്റെ അനാട്ടമി ക്ലാസ് ഇല്ലാതൊരു ദിവസം കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ എന്നായി. പിറ്റേന്നായപ്പോഴത്തേക്കും ഉമ്മ ആ ട്യൂഷൻ മാസ്റ്ററുടെ കൂടെ എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയി. എങ്ങോട്ടോ പോയെന്നല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തൊരു റൂം എടുത്തവർ താമസം ആരംഭിച്ചു.